ഓട്ടോ? അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ, മനുഷ്യനെ പേടിപ്പിച്ചുള്ളതല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല, ക്ഷണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരേന്ന് വരിക. ദൂരേന്ന് പറയുമ്പോ അങ്ങ് അമേരിക്ക വരെ വരുവോ? അത്ര വരുമോ? അത്ര വരില്ല. ഹലോ ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. കുഞ്ഞമ്മാവനല്ലേ? അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമ്മാവനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ പറയാതിരിക്കും? ഇവന്റെ അച്ഛൻ മരിച്ച പിന്നെ ഇവനെ വളർത്തിയെടുത്ത് ഞാനല്ലേ. ഫീസ് അടക്കാൻ ക്ലാസ്സിന് പുറത്ത് നിർത്തുമ്പോഴാ കൂടുതലും പറയാറ്. അല്ലേ ഇറക്കിയില്ലേ? പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. വാ. ഇത് തന്തപ്പടി കാണണ്ട. അയ്യോ, പരമദ്രോഹി! എല്ലാം നശിപ്പിച്ചു. എന്തിനാണ് നീ ഇതിനകത്ത് തലയിട്ടത്? ശർക്കര വരച്ചിരുന്നത് എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചാ ഞാനത് മാത്രമേ എടുത്തോളൂ. അപ്പോഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവനെ പിടിച്ചോട്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനോടോ തന്റെ കരയണ്ട ചുട്ടി. ശർക്കര റൊട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ? കുഞ്ഞമ്മാന്റെ മോനാ. അല്ല, ആ പോയത് എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഇവിടെ ഇടൂ. ഇവിടെ ഇടുവല്ല, ഹൗഡി ഇടൂ. എവിടെയായാലും നമുക്ക് ഇട്ടാൻ പോരെ. ഇതല്ല ഞാനും പിറ്റതാ. അതെ, ഒന്ന് നന്നായി ഊതിക്കോട്ടോ. അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പൈതരണി പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് മര്യാദക്ക് ഇട്. അതെ, അതിനകത്ത് നിറച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല, പനിനീരാ. വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക. എന്താ ധാരയാ? കണ്ട ഞാൻ കുത്തുട്ടോ. ഓഹോ, ഇവന് ഇളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക, എന്റെ ഉത്തരാളി അമ്മേ. ആഹാ, അപ്പൊ ഞാൻ അറിയണ്ട വേറെ അമ്മ ഉണ്ടല്ലേ? തന്റെ ആള് കൊള്ളാലോ. ഹലോ, ചെക്കനാണല്ലേ? ഞാൻ പെണ്ണിന്റെ മുറച്ചെറുക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ. വലുതായിപ്പോ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തുടങ്ങണട്ടാ. ഓ, ഈ മണ്ടർ ഒന്ന് കുളവാക്കുമെന്നാ തോന്നേ. ആ സുധീത് എവിടെ പോയി കിടക്കാ? നീ ഒന്ന് പോയി വിളിച്ചേ. രാജകുമാരാ, കുട്ടാട്ട കേട്ടു മാലൂല. കുട്ടാട്ടനാ മാലൂന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, നമുക്ക് കെട്ടാം. എന്തായി കാണിക്കണേ? ഞാൻ എങ്ങനെയാ? കുട്ടേനല്ല പറഞ്ഞ മാലിനെ കെട്ടാന്ന്. കുട്ടേട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്തയുടെ മോന്തക്കിട്ട് രണ്ടും പൊട്ടിച്ചേ. എന്നിട്ട് കുട്ടേട്ട വാക്ക് പറ. വാ, കുട്ടേട്ട വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ. വാ, കുട്ടേട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തറവാനത്തെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യിലാ. വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറുക. ചക്കര തരുന്ന ചക്കര തരും. ഒന്ന് ഇറങ്ങി നിൽക്കടാ അങ്ങോട്ട്. കല്യാണം ഒന്നുണ്ടാവില്ല കേട്ടോ. കേട്ട് ഞാൻ ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടണേ? മിണ്ടി പോകരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃതം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിന്റെ ബുദ്ധി തോന്നിയത്. ആ ഓമനക്കുട്ടിന് ബോധോദയം പറഞ്ഞതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തായി, പെണ്ണിറക്കുക, മേളം തുടങ്ങിക്കോട്ടെ.
എഞ്ചിൻ ഓഫ് ചെയ്തോ, എഞ്ചിൻ ഓഫ് ചെയ്തോ. കൈമൾ മാഷ്. നമസ്കാരം. ആ കൈമ മാഷല്ലേ? ഉവ്വ. മാഷെ ഞാൻ അറിയും. കൈമ മാഷ് തന്നെ. പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല. ഓ. അത്രയ്ക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും. അറിഞ്ഞാ പിന്നെ മറക്കേയില്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്നാ വഴിയൊന്നും തെറ്റിയിട്ടില്ല. നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തറവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയാ അവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു പോ.